വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാനായിട്ട് ഒരു അടിപൊളി ഫിഷ് കട്ട്ലേറ്റ് കിട്ടി അങ്ങനെ ഇരിക്കും. നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയൊരു സൈസ് സവോള ചെറുതാക്കി അരിഞ്ഞിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കരുത്, കാരണം ഇതൊക്കെ കട്ട്ലേറ്റ് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂട്ടും. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ മതി. ഞാനിവിടെ 1 ചില്ലിയാണ് ചെറുതാക്കി അരിഞ്ഞിട്ട് അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ കൂട്ടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കാം. പിന്നെ അതിലോട്ടേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ജിഞ്ചറിൻ്റെ ഗാർലിക്കിൻ്റെ പൗഡറും 1 ടീസ്പൂൺ വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെപ്പറും, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒത്തിരി മസാലയൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് ആ കളറൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് നമുക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലോട്ടേക്ക് നമുക്ക് ഏത് ഫിഷാണോ ആഡ് ചെയ്യുന്നത് അതൊന്ന് ഷ്രെഡ് ചെയ്തിട്ട് ഇതിലോട്ടേക്ക് ഇട്ടെടുക്കുക. ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കാൻഡ് ട്യൂണയാണ്. ഇതിൽ ഉപ്പുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, പാൻ കാണുമ്പോൾ അറിയാം ഒത്തിരി വെളിച്ചെണ്ണ ഇതിലില്ല. ഒത്തിരി വെളിച്ചെണ്ണ ഉണ്ടാകുമ്പോഴും ഇത് നമ്മുടെ കട്ട്ലേറ്റ് പിടിക്കുമ്പോൾ അത് പൊട്ടിപ്പോവാൻ ഭയങ്കര സോഫ്റ്റായി പോവും. അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇനി അതിലോട്ടേക്ക് നമുക്ക് എന്ത് ചെയ്യാം, വേവിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പൊട്ടറ്റോ ഞാൻ 2 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് വേവിച്ചിട്ട് വെച്ചിരിക്കുന്നതായിരിക്കണം ആഡ് ചെയ്യേണ്ടത്. ഇതുപോലെ ഇപ്പം വേവ് കുറവുള്ളതാണെങ്കിൽ അതും കട്ട്ലേറ്റ് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം, എന്നാലേ നമുക്ക് കട്ട്ലേറ്റിന് പിടിക്കുമ്പം നല്ലപോലെ ഷേപ്പിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ കട്ട്ലേറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇനി അതിലോട്ടേക്ക് കുറച്ച് മല്ലിച്ചപ്പും ചെറുതാക്കി അരിഞ്ഞതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതൊന്ന് ഷേപ്പാക്കി എടുക്കാം. ആദ്യം ഞാനിവിടെ ഒരു കുഞ്ഞു ബോളാക്കിയിട്ട് അതിൻ്റെ സൈഡൊക്കെ നല്ലപോലെ ഒന്ന് എന്ത് ചെയ്ത് കൊടുക്കുക, ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് അതിൻ്റെ പൊട്ടലൊന്നും ഇല്ലാത്ത പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് എല്ലാം ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ അതുപോലെ ഒന്ന് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇത് സൈഡ് എപ്പോഴും നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിലോട്ട് ഇടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിലിലേക്ക് ഇടുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോട്ടേക്ക് എല്ലാം മാറ്റി വയ്ക്കാം. ഞാൻ 3 സ്ലൈസ് ബ്രെഡ് നല്ലപോലെ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 1 എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഗ്ഗിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം ഈ ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കുക. അപ്പം ബ്രെഡ് ക്രംസിൽ പൊതിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എഗ്ഗിൽ ഡിപ്പ് ചെയ്ത കൈ കൊണ്ട് ഇത് ബ്രെഡ് ക്രംസിൽ മുക്കിയാൽ പെട്ടെന്ന് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ഈ ബ്രെഡൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ പറ്റും. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ വിള്ളൽ വന്നിട്ട് അതും പെട്ടെന്ന് മാറ്റി നമ്മുടെ എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ടേക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏത് കുക്കിംഗ് ഓയിലാണെങ്കിലും അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഫ്ലെയിം മീഡിയമിലായിരിക്കണം. കാരണം ലോ ആണെങ്കിലും അതുപോലെ തന്നെ ഹൈ ഫ്ലെയിം ആണെങ്കിൽ എന്തായാലും ഷുവറായിട്ട് കട്ട്ലേറ്റ് പൊട്ടിപ്പോവും. അപ്പോൾ ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഒന്നെങ്കിൽ അത് മുങ്ങുന്ന വരെയുള്ള ഒരു ഇച്ചിരി എണ്ണ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മളിത് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ടേക്ക് സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഇച്ചിരി എണ്ണ ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ ആ അടിഭാഗം വേവുമ്പം ആ മുകളിലുള്ള ഭാഗത്തുനിന്നും ബ്രെഡിൻ്റെ സൈഡ് ഇങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ കുറേ തവണ ഉണ്ടാക്കിയതുകൊണ്ട് ഒത്തിരി ഓയിൽ ഉപയോഗിക്കാറില്ല. അപ്പം ഞാൻ എപ്പോഴും ഇതുപോലെ ഇച്ചിരി ഓയിൽ മേലോട്ടേക്ക് ആക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മറിച്ചിടും. അപ്പം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് വിടുക. ഒരു 4 മിനിറ്റ് മതി കട്ട്ലേറ്റ് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. അതിൽ കൂടുതൽ സമയം എടുക്കണ്ട. അപ്പോൾ ഒന്ന് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഒരു 4 മിനിറ്റ്സ് കഴിയുമ്പോൾ അതൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കത് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വയ്ക്കാം.
ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കട്ട്ലേറ്റ് കാണുമ്പോൾ അറിയാം ഒത്തിരി എണ്ണയൊന്നും പിടിച്ചിട്ടില്ല, അതുപോലെ തന്നെ സൈഡൊന്നും പൊട്ടിയിട്ടില്ല. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം. അപ്പം ബൈ ബൈ, അസ്സലാമു അലൈക്കും.